പെരിച്ചായി. പറയൂ, ഒരു ഡയലോഗ് പറയൂ, നമ്മുടെ പ്രേക്ഷകർ കാണട്ടെ. ലാലേട്ടന്റെ അതേ ശബ്ദം വരില്ല, എന്നാലും ആ ഒരു ഡയലോഗ് പറയാം. അത് 4 ആണ്. ആ കല്ല ബൗണ്ടറി അടിക്കുമ്പോൾ സീസൺ നോക്കുകയാണെങ്കിലേ നമ്പറേ നോക്കണോ. അത് കറക്റ്റ് കിട്ടാൻ കാരണം പെരിച്ചായ ലൊക്കേഷൻ ഞാൻ വർക്ക് ചെയ്ത ജൂനിയർ ആർട്ടിസ്റ്റ് ഫസ്റ്റ് കാല് കാണിച്ച അഭിനയിച്ചെന്ന് പറയാം. കാല് മാത്രമേ കാണിച്ചുള്ളൂ. അങ്ങനെ കുറെ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സിനിമയെന്ന്. പക്ഷെ അത് തുടക്കമല്ലേ, അറിയപ്പെട്ടിട്ടില്ലല്ലോ. അന്ന് എന്റെ അമ്മ അനിയപ്പരൊക്കെ അനിയത്തി അന്മരിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം അന്മരിയ സനൂപിന് കൈ കൊടുത്ത ആക്ടർ സനൂപില്ലേ, സനൂപ് മങ്കിപ്പനൊക്കെ ഇറങ്ങിയ സമയത്തായിരുന്നു. മങ്കിപ്പൻ ഇറങ്ങി അടുത്തത് പെരിച്ചായി ആയിരുന്നു, ഒരു ചെറിയ ക്യാമിയ റോൾ. പക്ഷെ അത് ലാലേട്ടനെ അന്ന് ഇത്രയും ദിശയിൽ കണ്ട് വർത്തമാനം പറഞ്ഞില്ല, എന്നാലും ലാലേട്ടനെ അഭിനയം കണ്ട് പഠിച്ചിരുന്നു. അഭിനയിക്കുമാറാവട്ടെ, അതിന് ചാൻസ് കിട്ടട്ടെ. പിന്നെ അതുകൂടാതെ തന്നെ ഈ മങ്കിപ്പെന്നിന്റെ കാര്യം എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ എപ്പോഴാണ് ഈ ഫിലിം ഇൻഡസ്ട്രിയിലോട്ട് ആർട്ടിസ്റ്റ് ആയിട്ട് വരാൻ, ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണോ സ്റ്റാർട്ട് ചെയ്തത്? എവിടെ വെച്ചിട്ടാണ് നിങ്ങൾക്ക്? നമ്മള് ബേസിക്കലി ഒരു പണിക്ക് പോയിട്ടുള്ള ഒരു ഇമേജ് ഉണ്ട്. ഫസ്റ്റ് വൈറലായ തുടങ്ങി ചിലപ്പോ മറ്റേ ആൾക്കാർക്ക് ഒരു ഇത് കിട്ടാൻ വേണ്ടി ആ ടോക്ക് ഇട്ടത്. നമ്മള് പണിക്ക് പോണില്ല, അപ്പൊ നമ്മുടെ പൈസ മതിയല്ലോ ജീവിക്കാൻ ടോക്ക് ഇട്ടിരുന്നു, കണ്ടിരുന്നു. അപ്പൊ ആ ടോക്ക് ഇടാൻ കാരണം വെറുതെ എന്തിനാണ് നമ്മൾ ഇമോഷണൽ ആദ്യമേ പറയണ്ടല്ലോ എന്ന് ഓർത്തിട്ടാ. പിന്നീട് പറയാമല്ലോ. കാരണം നമ്മള് പെട്രോൾ പമ്പിൽ പോയിട്ടുണ്ട്. 1 hour 45 ആയിരുന്നു. 45K അല്ല, 45 പള്ളുരുത്തിയില്. അപ്പൊ ഡെയിലി 600 രൂപ ആ രീതിയിലാണ് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ 2 വർഷം 2 year 2019 18 വയസ്സ് മുതൽ ഒരു 21 വയസ്സ് വരെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു ഗിരീഷൻ എന്ന് പറഞ്ഞ പുള്ളിയാണ് മറ്റേ റോഷാണ്ടു സാറിന്റെ ഒക്കെ ഒരു വലങ്കയായിരുന്നു ഗിരീഷൻ. വലങ്കൈ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ എല്ലാ പടങ്ങളിലും ഈ പറഞ്ഞ ഗിരീഷൻ ചേട്ടൻ ഉണ്ടാവും. കാരണം കായംകുളം കൊച്ചുണ്ണിയിലാണെങ്കിലും സ്കൂൾ ബസ്സിലാണെങ്കിലും പുള്ളിക്ക് നല്ല വേഷം ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെ പുള്ളി മുഖേന 2-3 കോർഡിനേറ്റർമാരെ മുട്ടിച്ചു വന്നു. റസാഖ് പട്ടാഞ്ചേരി, പിന്നെ ഉണ്ണികൃഷ്ണനെ മുട്ടിച്ചു വന്നിട്ട് അങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റ് കാർഡൊക്കെ എടുത്തിരുന്നു. കാർഡ് വെച്ചെടുത്ത 2 പടങ്ങൾ റിലീസായിട്ടില്ല. എന്താ പറഞ്ഞ മാമാങ്കത്തിൽ പോയിരുന്നു, പക്ഷെ കാണിച്ചില്ല. പക്ഷെ മമ്മൂക്കനെ കാണാൻ പറ്റുന്നു, ഇങ്ങനെ അടുത്തടുത്ത് കാണാൻ പറ്റി. പിന്നെ ചങ്കൂറ്റം എന്ന പടം വന്നത്, അത് പിന്നെ മാർട്ടിൻ എന്ന പടമായിട്ട് മാറി. പിന്നെ അത് ട്രെയിലർ മാത്രം ഇറങ്ങി. മാർട്ടിൻ എന്ന പടത്തിൽ നമ്മൾ വർക്ക് ചെയ്തിരുന്നു. സലിംകുമാറിന്റെ ഒപ്പം ഒരു സീനുള്ളായിരുന്നു. അത് ഇറങ്ങിയിട്ടില്ല, ഇറങ്ങാനുണ്ട്. പിന്നെ അത് ഫസ്റ്റ് ഫേസ് റിവീൽ ചെയ്തത് കാന്താരി എന്ന സിനിമയില 2015 ഇറങ്ങിയ സിനിമ. അത് മരിച്ച വീട്ടില് ഒരു 12-15 ആർട്ടിസ്റ്റുകളുണ്ട്. ഇങ്ങനെ ക്രൗഡ് എന്ന് പറയാൻ പറ്റില്ല, ക്രൗഡ് എന്ന് പറഞ്ഞാൽ ഫുൾ ക്രൗഡ് ആണല്ലോ, 10-200 പേരുണ്ടാവും. ഇതൊരു 15 ആർട്ടിസ്റ്റ് എന്ന് പറയാം, കാരണം ആൾക്കാരെ കളിയാക്കുമ്പോഴല്ലോ. അപ്പൊ അത്രയും പേരുടെ ഒരു കൂട്ടത്തിൽ നമ്മളെ ഫേസ് റിവീൽ ചെയ്തു. അതിട്ടപ്പോഴും പുള്ളി പണ്ടേ തുടങ്ങിയെന്ന് പറഞ്ഞ് കമന്റ് വന്നിരുന്നു ഇത് ഫോട്ടോ ഒക്കെ എടുത്തിട്ടപ്പോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അച്ചായൻസിൽ അഭിനയിച്ചിരുന്നു. ഫേസ് അത്ര വലിയ റിവീൽ ആയില്ല, ഒരു ബ്ലറായിട്ട് നിപ്പുണ്ട്. അത് ഉണ്ണിമൂന്നിന്റെ ഒപ്പമാണ് ചെയ്തത്. അതിന്റെ ഡിലീറ്റഡ് സീനില് ഞാൻ നമ്മളെ ഇത് കാണിക്കുന്നുണ്ട്, നമ്മൾ മനസ്സിലാവും, നോക്കിയാൽ മനസ്സിലാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് 2019 ഡ്രൈവിംഗ് ലൈസൻസ്, അതില് പകുതി മുഖമായിട്ടാണ്, അങ്ങനെ പാളിച്ച പറ്റാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് 2022 തല്ലുമാല ചെയ്തത്. തല്ലുമാല ചെയ്തപ്പോ ട്രെയിലറിൽ എന്റെ ഫേസ് വന്നു. കാരണം നമ്മളിപ്പോ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള പ്രയത്നം കൊണ്ടാണ് ഈ ഫേസ് റിവീൽ ചെയ്യുന്നത്, അല്ലാതെ ഈ വൈറൽ ആയതുകൊണ്ടല്ല. അന്ന് ആ ഫേസ് റിവീൽ ചെയ്തത്. അപ്പൊ ആ കൂട്ടത്തില് എടുത്തപ്പോ കോർഡിനേറ്റർമാര് പറഞ്ഞു ഇങ്ങനെ വരുവോട്ടോ എന്ന് പറഞ്ഞപ്പോ അത് 2023 വൈറലായത്. ഏതാണ് ആ ഒരു ഫേസ് കാണിച്ചാൽ തല്ലുപോലുള്ള സീൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് RDX ചെയ്തു. അത് വൈറലായതിനു ശേഷം കേട്ടോ. അപ്പൊ ആദ്യം ഫസ്റ്റ് മമ്മൂക്കാന്റെ ക്രിസ്റ്റഫർ എന്ന മൂവി റിവ്യൂ പറഞ്ഞു. ക്രിസ്റ്റഫർ, കണ്ണൂർ കണ്ണൂർ കൊറോണ പേപ്പേഴ്സ്. അപ്പൊ അതിന്റെയൊക്കെ റിവ്യൂ കഴിഞ്ഞപ്പോഴാണ് ഈ RDXലേക്ക് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാ പോയത്. അപ്പൊ അതില് പെട്ടെന്ന് ഡയറക്ടർ നഹാസ് കണ്ടിട്ട് എന്റെ പുറകെ ഇരുന്നു പറഞ്ഞു. നഹാസിന്റെ ഡയറക്ടർ അഭിനയിക്കുന്നുണ്ട് കമന്ററി പറയാനായിട്ട്. അപ്പൊ പുള്ളിയുടെ പുറകിലിരുന്ന ഒരു സംഭവം, ഇങ്ങനെ ഒരു തലയിട്ട് നോക്കുന്ന സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ അത് ചെയ്തപ്പോ നമ്മള് തിയേറ്ററിൽ പോയി കണ്ടിരുന്നു. തിയേറ്ററിൽ റിവ്യൂ എപ്പോഴും പറയും. അപ്പൊ RDX വന്നപ്പോ ഇറങ്ങിയപ്പോ കണ്ടപ്പോ ഇപ്പൊ 2 വർഷം തോന്നുന്നു ഇറങ്ങിയിട്ട്. അപ്പൊ നമ്മുടെ നീരജ് മതം ഉണ്ടല്ലോ, നീരജ് മതം പറഞ്ഞ് ക്രിക്കറ്റ് സീനിൽ താനുണ്ടല്ലേ കൊള്ളാട്ടാണ്. കാരണം നമ്മളൊരു ജൂനിയർ ആർട്ടിസ്റ്റിനെ പോലത്തെ ഒരു സംഭവമാണ് ചെയ്തത്. പക്ഷെ അത് നമ്മളിപ്പോ നിലവില് ഫെയിം നിലയിക്കുന്നതുകൊണ്ട് ആ ഒരു സംഭവം പുള്ളി എടുത്ത് പറഞ്ഞു, പെട്ടെന്ന് നമ്മൾ നോട്ടീസ് ചെയ്തപ്പെട്ടു. അപ്പൊ ആൾക്കാരുടെ അപ്രീസിയേഷൻ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാൽ 2022 തന്നെ
റാണി രാജേന്ദ്ര സീരിയല്, ഓക്കെ, അത് മഴവിൽ മനോരമ റിലീസ് ചെയ്തു. അത് ശരി. എപ്പിസോഡ് 8. ഓക്കെ, അത് അർച്ചന കവിക്കൊപ്പം ഡെലിവറി ബോയ് ആയിട്ടുള്ള ഒരു റോള് ചെയ്തു. അതാണ് ഫസ്റ്റ് ഡയലോഗ് പറഞ്ഞിട്ടുള്ള റോള്. ഓക്കെ, കാരണം അത് ഡബ് ചെയ്ത വേറെ ആർട്ടിസ്റ്റ് ആണ്. കാരണം സീരിയലിന്റെ ഡബിങ് ഒക്കെ വേറെ ആൾക്കാരായിരിക്കും. അത് അത്യാവശ്യം ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത് വൈറലായിരുന്നു ഒരു സമയത്ത്. കാരണം ഈ ഫെയിം വന്ന സമയത്ത് ആ സീൻസ് എടുത്ത് ഇട്ടപ്പോഴേ നമ്മൾ തന്നെ അപ്ലോഡ് ചെയ്തു സീൻസ് എടുത്ത്. അപ്പൊ അങ്ങനത്തെ ഒരു ഭാഗങ്ങളും കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ വിഷ്ണു കൊച്ചിക്കാരനെ പരിചയപ്പെടാൻ പറ്റിയപ്പോഴാണ് ഈ മീനൂസ് കിച്ചണിൽ ഒരു വേഷം കിട്ടിയത്. അത് നല്ലൊരു വേഷം തന്നെയാണ്. കാരണം ബ്രോക്കർ റാം മനോഹർ എന്ന് പറഞ്ഞ കഥാപാത്രമായിട്ടാണ് വന്നിരുന്നത്. അപ്പൊ അത് 4 എപ്പിസോഡ് നിലവിൽ റിലീസ് ആയിട്ടുണ്ട്. കാരണം നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സീരിയലാണ്. അപ്പൊ അത് ഇനി ഒരു 3-4 എപ്പിസോഡ് ഇറങ്ങാനുണ്ട്. അത് വിഷ്ണു കൊച്ചിക്കാരന്റെ ഒപ്പം കോമ്പിനേഷൻ. പിന്നെ അല്ലാണ്ടും ആർട്ടിസ്റ്റുകൾക്കൊപ്പം കോമ്പിനേഷൻ ഉണ്ട്. കൂടുതലും എനിക്കാണ് സീൻസ് കൂടുതൽ. പുള്ളിക്കാരൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞാലും. അപ്പൊ സീൻസ് കിട്ടുന്നതിൽ നമുക്ക് വലിയ സന്തോഷമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ആസ് ആൻ ആർട്ടിസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ നമുക്ക്. കാരണം പണ്ട് സിനിമകളിലാണെങ്കിലും മേക്കപ്പ് ഇല്ലാണ്ട് അഭിനയിക്കുന്നു. ഇപ്പൊ സീരിയലില് നമ്മള് മേക്കപ്പ് ചെയ്യുന്നവരെ ലേഡീസ് അല്ല, അത് വലിയ കാര്യം നല്ല പറഞ്ഞു. കാരണം ലേഡീസ് പലപ്പോഴും അകറ്റി നിർത്താറുണ്ട്. ചിലപ്പോ ഞാൻ ചില വീഡിയോ കണ്ടിട്ടുണ്ട്. ചിലപ്പോ മലം കയറി പോകുമ്പോ ചില സമയങ്ങളിൽ അവർ ഇറങ്ങി പോകുന്ന രീതിയിലൊക്കെ അങ്ങനത്തെ ഇൻസൾട്ട് വല്ലതും നേരിട്ടുണ്ടോ? ഇൻസൾട്ട് ഉണ്ടല്ലോ. കാരണം നമ്മള് ബസ്സിൽ യാത്ര ചെയ്യുമ്പോ പോലും ഇപ്പൊ ഫെയിം കൂടിയ പിന്നെയാണ് ഈ സീറ്റി വന്ന് ഇരിക്കാൻ തുടങ്ങിയത്. സീറ്റി പണ്ടുടങ്ങി ഇരിക്കാറുണ്ട്. വൈറലായ പിന്നെ പെട്ടെന്ന് അങ്ങനെ ഇരിക്കാറില്ലായിരുന്നു. വൈറലായ ശേഷം മുമ്പ് വരെ ഇപ്പൊ ഒരു സീറ്റിൽ നമ്മൾ ഇരിക്കുമ്പോൾ പെൺകുട്ടി നമ്മള് ഒരു സീറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കയറി ഇരിക്കുമ്പോ ഇവിടെ ഒരു സീറ്റ് ഉണ്ടല്ലോ, കയറി ഇരിക്കുമ്പോ ഇവിടെ ഒരു സീറ്റ് ഉണ്ടോ ഇരിക്കുമ്പോ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ ഇരുന്നിട്ട്. പക്ഷെ ഇപ്പൊ വൈറലായ ശേഷം 1-2 പെൺകുട്ടികൾ വന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നിരിക്കാറുണ്ട്. അങ്ങനെ കുറച്ച് നല്ല അനുഭവങ്ങളുണ്ട്. അപ്പൊ അടുത്ത് തന്നെ ഒരു വീഡിയോയിൽ കണ്ടിരുന്നു നമ്മള് ആറാട്ടണ്ണനോടൊപ്പം തന്നെ ഡാൻസ് കളിക്കുന്ന മണവാളന്റെ മാരേജിന് പോയപ്പോഴാണ് അല്ലേ? അവിടെ ഒരു സീക്വൻസ് കണ്ടിരുന്നു, നല്ല ഡാൻസ് കളിച്ചു. അതൊന്നും നല്ല അടിപൊളിയാണ്. കാരണം ഈ മസ്താനിയൊക്കെ ആയിട്ട് നമ്മൾക്ക് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. കാരണം നമ്മൾ പറഞ്ഞല്ലോ ഇപ്പൊ ആങ്കർമാരെ നമ്മൾ അങ്ങോട്ട് കയറി ഈ കൃഷി എന്നൊന്നും ഞാൻ പറയാറില്ല, താല്പര്യമില്ല. മസ്താനി തന്നെ ഒരു പ്രാങ്ക് നമ്മൾ ചെയ്തിരുന്നു. പ്രാങ്കിനെ പറ്റി ഞാൻ പറയുന്നില്ല, മലയാളം ഞാൻ റിലീസ് ചെയ്ത്. അപ്പൊ അങ്ങനെ ഒരു ബന്ധമായിരുന്നു മലയാളം ഞാനും തമ്മിൽ. പ്രാങ്ക് വീഡിയോ ഒക്കെ എടുത്തിട്ട് അത്യാവശ്യം അത് ഫ്രീ കണ്ടിട്ട് നമ്മൾ പൈസ വാങ്ങാറില്ല. കാരണം ഒരു ഫ്രണ്ട്ഷിപ്പിന് കൊടുത്താ പുള്ളിയോ എനിക്ക് ചോദിക്കാൻ തോന്നിയിട്ടില്ല എന്ന് അറിയില്ല. എന്നാലും പുള്ളി എന്തായാലും നമുക്ക് അവരായിട്ട് എന്തെങ്കിലും തരം നമ്മൾ വേണ്ടെന്ന് പറയാറില്ല, വാങ്ങിക്കാറുണ്ട് ഇല്ലെന്നല്ല. പക്ഷെ വലിയൊരു പേയ്മെന്റ് ഞാൻ മലയാളം ചോദിക്കാറില്ല, മടിക്കാറുമില്ല. പക്ഷെ തരാറുണ്ട്, ഇല്ലെന്ന് പറയാനില്ല. പക്ഷെ പുള്ളിയുടെ കല്യാണത്തിന് പോയപ്പോ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ പെട്ടെന്ന് സ്റ്റേജിൽ കയറി മലയാളം കൈ കൊടുത്തു. 2 സ്റ്റെപ്പ് ഡാൻസ് കളിച്ചപ്പോ പെട്ടെന്ന് മസ്താനി കയറി വന്നു. പിന്നെ പുറകെ പെമ്പിളാര് ഒരുമിച്ചുള്ള ഡാൻസ്, അതൊക്കെ ഒരു പലർക്കും അടിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ എന്നെ പേഴ്സണലി ഒരുപാട് പേർക്ക് എന്ന് പറഞ്ഞാൽ എന്റെ ബന്ധുക്കൾക്ക് ഒരുപാട് പേർക്ക് പുച്ഛമാണ്. എന്ന് പറഞ്ഞാൽ ഈ എന്റെ പ്രായമുള്ള ഒരുപാട് പെൺകുട്ടികളുണ്ട്. അപ്പൊ അവർക്ക് എന്നെ ഒരു ബ്രദറിലായിട്ട് കാണാൻ പറ്റുന്നില്ല.